കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറിൽ കത്രിക കുടുങ്ങിയ ഹർഷീന വീണ്ടും സമരത്തിലേക്ക്. ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഈ മാസം 28-ന് സത്യാഗ്രഹം നടത്തും. സർക്കാരിന്റെ തുടർച്ചയായ വഞ്ചനയ്ക്കെതിരെയാണ് സമരം. അർജുൻ കല്യാടുണ്ട് വിവരങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് അർജുൻ. നീതി തേടിയിട്ടുള്ള പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും നീതി അകലെ നിൽക്കുകയാണ് ഹർഷീനയെ സംബന്ധിച്ചിടത്തോളം. വീണ്ടും സമരത്തിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഏത് രീതിയിലുള്ള സമരത്തിലേക്കാണ് കടക്കുന്നത്? കീർത്തന, ശ്രുതി, വീണ്ടും ഹർഷീന സമരത്തിന് ഒരുങ്ങുകയാണ്. ഈ മാസം 28-ാം തീയതി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തും എന്നുള്ളതാണ് ഹർഷീന ഈ പോരാട്ടത്തിന്റെ ഭാഗമായി രൂപീകരിച്ചിട്ടുള്ള സമരസമിതിയുടെ ഭാഗമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്, അവർ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി 6 വർഷം മുൻപ് നടന്ന ഈ സംഭവത്തിൽ കൃത്യമായ രീതിയിൽ തനിക്ക് ഇപ്പോഴും നീതി ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഹർഷീന വ്യക്തമാക്കുന്നത്. ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പുമെല്ലാം തന്നെ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന നടപടികൾ ഒരു കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം സ്വീകരിച്ചതാണ്. അതിനകത്ത് കൃത്യമായ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കുമെതിരെ കൃത്യമായ രീതിയിൽ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ആക്ഷേപമാണ് ഹർഷീന ഇപ്പോഴും ഉന്നയിക്കുന്നത്. എന്തായാലും നടന്നത് വലിയ രീതിയിലുള്ളൊരു ചികിത്സാ പിഴവ് തന്നെയായിരുന്നു. കാരണം പ്രസവ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം വയറ്റിൽ നിന്നും കത്രിക ഈ പറയുന്ന രീതിയിൽ പിന്നീട് കണ്ടെത്തുക അല്ലെങ്കിൽ അത് പിന്നീട് തിരിച്ചറിയുക, അസഹ്യമായ രീതിയിലുള്ള വേദന തിന്ന് തന്നെ ജീവിക്കുകയായിരുന്നു ഹർഷീന കുറേ കാലം എന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഒരു നടപടി ഉണ്ടാവണം. താൻ അനുഭവിച്ച വേദനയ്ക്ക് ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു പരിഹാരം ഉണ്ടാവണം, അല്ലെങ്കിൽ കൃത്യമായ രീതിയിലൊരു നടപടിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകണം എന്നുള്ളത് തന്നെയാണ് ഹർഷീന ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ മാസം 28-ാം തീയതി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിക്ക് മുന്നിലായിരിക്കും ഈ സത്യാഗ്രഹ സമരം നടക്കുക. അവിടെ തനിക്ക് നീതി ലഭിക്കും വരെ സമരം തുടരും എന്നുള്ള കാര്യം കൂടി ഹർഷീന വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഹർഷീനയുടെ ഈ സമരം നടക്കുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അതിന് തൊട്ട് മുൻപായി തന്നെയാണ് ഈ സമരം എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി മാറാനുള്ള ഒരു സാധ്യത കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ അത് മുന്നിൽ കാണുകയാണ്. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു പ്രചരണമാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഹർഷീനയുടെ ഭാഗത്ത് ഉണ്ടാവുന്നതെന്നുള്ള മറുപ്രചരണം പോലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഒരു വലിയ ചർച്ചാ വിഷയമായി ഹർഷീനയുടെ ഈ പോരാട്ടം മാറുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. അത് ഇടതുപക്ഷം UDFന്റെ ഭാഗമായി അല്ലെങ്കിൽ UDFന്റെ സ്വാധീനത്തിലുള്ള ഒരു സമരമാണ് എന്നുള്ള ഒരു ആരോപണം തിരിച്ചു ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. മറുവശത്ത് ഇത് സർക്കാരിനെതിരായിട്ടുള്ള ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചകൾ തുറന്നു കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി UDFന്റെ ഒരു പിന്തുണ ഒരുപക്ഷെ ഹർഷീനയുടെ നിയമ പോരാട്ടത്തിന് അല്ലെങ്കിൽ ഈ ഒരു പോരാട്ടത്തിന് ഉണ്ടാവും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന വേളയിൽ ഹർഷീന ഒരു നിയമ പോരാട്ടത്തിനൊരുങ്ങുമ്പോൾ സ്വാഭാവികമായും അത് കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടി വഴിവെക്കുമെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ജനുവരി 28-ാം തീയതി ഹർഷീന തിരുവനന്തപുരത്ത് വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിലായിരിക്കും സത്യാഗ്രഹ സമരം നടത്തുക. കീർത്തന, ശ്രുതി. ശരി, വ്യക്തമാണ്. ഹർഷീന വീണ്ടും നീതിക്കായുള്ള പോരാട്ടത്തിലേക്കാണ്. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.